കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാഹനം വൈകല്യമുള്ള ഡ്രൈവറെ വെച്ച് വാഹനമോടിച്ച് തിരക്കേറിയ റോഡിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി ആക്ഷേപം ഉയരുന്നു. കാരണം തിരക്കിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഡ്രൈവറും നൽകിയ മറുപടി. പഞ്ചായത്തിൽ ആക്ഷേപമുണ്ട്, ഈ കൈപാടില്ലാത്ത ആൾ വാഹനം ഓടിക്കുന്നു. അങ്ങനെ ഒരു നിയമമുണ്ടോ? നിയമം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഗവൺമെൻറ് പ്രൈവറ്റ് വണ്ടി ഓടിക്കായിരിക്കും ഒരു പക്ഷേ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് സസ്യയിലിരുന്നുകൊണ്ട് ഈ വക വിഷയം നാട് മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതിനകത്ത് എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എനിക്ക് ആരോടും വൈകാണ്ടായിട്ടല്ല, വ്യക്തിപരമായിട്ടല്ല, ആളുകൾക്ക് കൊടുക്കണം മറുപടി. അതാണ് ഇതിനകത്ത്. അല്ല, അത് പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇത് ട്രാഫിക് ഉദ്യോഗസ്ഥർ അതിൻ്റെ അനുഭവം തന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിയമപരമായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് എതിർപ്പില്ല. കാരണം ഇത്ര ആളുകൾ തൊഴിലില്ലാണ്ട് നടക്കണം. ഇതിനൊരു തക്കതായ മറുപടി എന്താണെങ്കിലും പൊതുസമൂഹത്തിന് കൊടുക്കണം. ഓക്കെ. എന്നാൽ കാരണം തിരക്കി പഞ്ചായത്തിലെത്തിയപ്പോൾ സെക്രട്ടറിയുടെ മറുപടി വിചിത്രം. ഇത് എൻ്റെ പരിധിയിൽ വരുന്നതല്ല, ഇദ്ദേഹത്തിന് പരിക്കുള്ളതായി ആരും പരാതി തന്നിട്ടുമില്ല. സ്ഥിര നിയമനമല്ലാത്ത ജോലി, പ്രായപരിധിയില്ലാത്ത ജോലി, പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിയമനം, പഞ്ചായത്ത് സെക്രട്ടറിക്ക് യാതൊരു അധികാരവുമില്ലാത്ത ജോലി, എന്നാൽ സ്ഥിര നിയമനവുമല്ല. പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലെ സ്വീപ്പർ പോസ്റ്റ് അടക്കമുള്ളവയിൽ 6 മാസത്തിൽ താഴെ ജോലിക്ക് അനുവാദമുള്ള ഈ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഗവൺമെൻറ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഏകദേശം 10 വർഷമായി ജോലിയിൽ തുടരുന്നത്. നിരവധി ആളുകളാണ് ജോലിക്കായി അലയുമ്പോഴും ട്രാഫിക് നിയമന ബോധവൽക്കരണം നാട്ടിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴും ജോലിയിൽ നിന്നും മാറ്റാതിരിക്കാൻ ജനപ്രതിനിധികളുടെ ആത്മാർത്ഥത. ഈ ആത്മാർത്ഥത എല്ലാ മേഖലയിലും കാണുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ദുഃഖം. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഒരു താൽക്കാലിക ജോലിയിൽ ഒരാൾ തുടരുകയാണ്. 12 വർഷക്കാലമായിട്ട് താൽക്കാലിക ജോലി തുടരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു അതിശയോക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാനുണ്ടായ സാഹചര്യം. കല്ലൂർക്കാട് പഞ്ചായത്തിലെ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് ആ തൽസ്ഥാനത്ത് നിയമങ്ങളെയെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് താൽക്കാലിക ജോലിയിൽ തുടരുന്നത്. അദ്ദേഹം KSRTCയിൽ നിന്നും റിട്ടയറായ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം KSRTCയിൽ നിന്ന് റിട്ടയറായി അതിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം സർക്കാരിൽ നിന്നും വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ വാഹനം ഓടിക്കുന്നത് എന്നതാണ് കല്ലൂർക്കാട് ഉള്ള ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നത്. അദ്ദേഹം വാഹനം ഓടിക്കുന്നതിലൊന്നും നമുക്ക് യാതൊരു തെറ്റുമില്ല. കാരണം അദ്ദേഹം ഒരു ആനുകൂല്യം പറ്റുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി സർക്കാർ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം കൊടുക്കുന്ന പെൻഷൻ വാങ്ങിച്ച് ജീവനം നടത്തിപ്പോകുന്നു. പക്ഷേ ഈ തൊഴിൽ മറ്റൊരു ചെറുപ്പക്കാരന് കിട്ടേണ്ടതാണ്. ആ ചെറുപ്പക്കാരനോ മറ്റേതെങ്കിലും അർഹിക്കുന്ന വ്യക്തിക്ക് കിട്ടേണ്ട ഒരു താൽക്കാലിക ജോലിയാണിത്. 6 മാസക്കാലം അല്ലെങ്കിൽ 1 വർഷക്കാലമാണ് സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലി ചെയ്തു പോരുന്നത് എന്നിരിക്കെയാണ് ഈ നിയമങ്ങളെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് 10-12 വർഷക്കാലമായി അദ്ദേഹം വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം, ഈ 12 വർഷക്കാലമായി വാഹനം ഓടിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഒരു കൈ കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. അത് കടുത്ത നിയമ ലംഘനമാണ്. ഒരു കൈ ഒടിഞ്ഞ് അതിന് പ്ലാസ്റ്റർ ഇട്ട് അത് ആ കൈ കൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് മറ്റേ ഒരു കൈ കൊണ്ട് ഓടിച്ച് ഈ കൈ മറച്ചു വെച്ച ആളുകൾ കാണില്ലാത്ത രീതിയിലാണ് അദ്ദേഹം വാഹനം ഓടിക്കുന്നത്. ഇത് കടുത്ത നിയമലംഘനവും ഈ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. ഈ ഇദ്ദേഹത്തെ ആരാണ് ഈ ഇങ്ങനെ കയറ് വിട്ടിരിക്കുന്നത്? ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ ടാക്സി വണ്ടിക്കാരുടെ ഈ ഓട്ടോറിക്ഷക്കാരുടെയും അതല്ലെങ്കിൽ ഈ 2 വീലറുകാരുടെ എല്ലാം ഹെൽമെറ്റ് പരിശോധിക്കുന്നതിനും അവരുടെ പേരിൽ നിയമ ലംഘനത്തിന് കേസെടുക്കുകയും ചെയ്യുന്ന RTOയോ പോലീസോ ഒന്നും ഇത് കണ്ടമട്ട് നടിക്കുന്നില്ല. കാരണം പഞ്ചായത്തിന്റെ ഡ്രൈവറല്ലേ, അവരുടെ പേരിൽ നിയമം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പേടിക്കേണ്ട അവസരം ഉണ്ടായെങ്കിലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അവരുടെ പേരിൽ കേസെടുക്കാനോ ഒന്നും തയ്യാറാവാത്തത്. എന്തായാലും ഇത് നാട്ടുകാരുടെയും അധികാരികളുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇതൊരു കടുത്ത നിയമലംഘനമാണ്. ഇത് ഏതോ ഉന്നതനായ രാഷ്ട്രീയ വ്യക്തിയുടെ നോമിനി ആയിട്ടാണോ അദ്ദേഹം ഇത്രയും വർഷക്കാലം ഈ പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ
ഒരു താൽക്കാലിക ജീവനക്കാരൻ. അദ്ദേഹത്തിന് ഇന്ന് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പഞ്ചായത്ത് ഭരണസമിതിയാണ് നിയമിച്ചിരിക്കുന്നത്. നിയമന അധികാരി പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു കൈകൊണ്ട് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹത്തിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നിവേദനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച പഞ്ചായത്ത് കമ്മിറ്റിക്ക് മുമ്പാകെ വരികയും പഞ്ചായത്ത് കമ്മിറ്റി എന്നാൽ അത് പരിശോധിക്കാൻ തയ്യാറാകുകയുമില്ല. അപ്പോൾ സെക്രട്ടറിയോട് ഈ കാര്യം വിശദമായി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കിതിൻ്റെ അകത്ത് യാതൊരു റോളുമില്ല. അദ്ദേഹം പറയുന്നത് ഈ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എത്ര കാലത്തേക്കാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാലാവധിയില്ല. അങ്ങനെ കാലാവധി വെച്ചല്ല അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായപരിധി അത് ഒരു പ്രശ്നമല്ല. അദ്ദേഹം റിട്ടയർമെന്റ് കാലാവധി പൂർത്തിയാക്കിയിട്ട് വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതും അദ്ദേഹത്തിന് പ്രശ്നം. ഒരു നിയമവും അദ്ദേഹത്തിന് ബാധകമല്ല. എത്ര രീതിയിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എല്ലാം പഞ്ചായത്ത് ഭരണസമിതിയാണ് ചെയ്യേണ്ടത്, അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. ഇത് കടുത്ത നിയമലംഘനമാണ്. ഇതിനെതിരെ പൊതുജനങ്ങൾ പ്രതികരിക്കുകയും വേണം. ഇത് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഇദ്ദേഹത്തെ മാറ്റാത്തത് കഴിഞ്ഞകാല ഭരണസമിതിയുടെയും നിലവിലുള്ള ഭരണസമിതിയുടെയും കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ഈ വർഷക്കാലം അദ്ദേഹം നിയമിതനായതിനു ശേഷമുള്ള പല ഭരണസമിതികളുടെയും പല രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കളോ അദ്ദേഹത്തെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരിക്കുന്നത് എന്ന ഒരു സംസാരം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു.